ഇറാനുമായിട്ടുള്ള ചർച്ചയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. നീണ്ടുപോകുമോ ഇത്? ചർച്ച എവിടെയൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസും പുറത്തു വിട്ടില്ല. ഇൻ ക്യാമറ ഡിസ്കഷനാണ്. പക്ഷെ ഈ യുദ്ധത്തിൻ്റെ പോക്ക് കണ്ടിട്ട് ഇതെന്തോ ഒരു ഡെഡ് ലോക്ക് വന്ന പോലെയുണ്ട്. അമേരിക്കയൊക്കെ വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇറാൻ. പക്ഷെ അതവർ ചെയ്യുന്നില്ല. കാരണം അവർ പക്ഷേ ഹെവി കാഷ്വാലിറ്റീസ് ഉണ്ടാവും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ്, ഗവൺമെൻറ്റിനെതിരാണ്. പക്ഷെ അവർ ബോംബിട്ട സമയത്ത് അത് നോക്കിയിട്ടില്ല. പിള്ളേരൊക്കെ ബോംബിട്ടത്. ഈ ആളുകൾ പറയുന്ന കാര്യമുണ്ട്, ഇസ്രായേലി സാത്താൻ ഉപാസകരാണ്. അതൊക്കെ ശരിയാന്ന് തോന്നാവും. സാത്താൻ പ്രധാന ബാലാണ് സാത്താൻ ദേവി. കാളയാണ്. അത് ഈ പ്രീ സെമിറ്റിക് റിലിജൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ബാബിലോണിയ ജനങ്ങൾ ആരാധിച്ചിരുന്ന ദൈവമാണ് ബാൽ. അതിൽ കുത്തറ മാതയാണ് എബ്രഹാം ഇസ്രായേൽ ഉണ്ടാക്കിയത്. ഏകദൈവ വിശ്വാസം ഉണ്ടാക്കിയത്. വേറൊരു ദൈവമാണ് യേൽ. അത് സമതലത്തിലെ ദൈവമാണ്. യേലിൽ നിന്നാണ് പിന്നെ യഹോവ ഉണ്ടായത്. യഹോവയും ബാലും പണ്ടേ പ്രശ്നക്കാരാണ്. ജൂതന്മാർ ഇവർ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് കളിക്കുന്നതാണ് ഇപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കോൺസ്പിറസി തിയറിസ്റ്റുകളുണ്ടല്ലോ, അവർ പറയുന്നത് വെച്ചാൽ ആ കുട്ടികളെ സ്കൂളിൽ ബോംബിട്ടത് ബാലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബലി കൊടുത്തത്. ബാലിനെ കൊണ്ട് ബലി കൊടുക്കുമായിരുന്നു. ഇസ്രായേലിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ്. അപ്പം ഇതിപ്പം സത്യത്തിൽ ഈ യുദ്ധം കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഗുണമില്ലാത്ത അവസ്ഥയിലാണ്. നമ്മളൊക്കെ ആദ്യം വിചാരിച്ചാൽ ഇവർ ബോംബ് ചെയ്യും, ജനങ്ങൾ ഇറങ്ങി അവരെ മറച്ചിടും. പക്ഷെ ജനങ്ങൾ അവരെ മറച്ചിടാൻ ശ്രമിക്കും. ബോംബ് ചെയ്തുകൊണ്ട് മാത്രമേ കാര്യമില്ല. ഇവരുടെ റവല്യൂഷണറി ആംഡ് ഫോഴ്സ് വളരെ പവർഫുള്ളാണ്. അപ്പം അതിന് ഗ്രൗണ്ട് സപ്പോർട്ട് വേണം. അതിന് 2 മൊസാദ് ഏജന്റുമാർ അവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല. അസാൾട്ട് നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ US ട്രിപ്പോളി എന്നുള്ള ആംഫിബിയൻ ഷിപ്പ് പോകുന്നുണ്ട് 1000 പടയാളികളായിട്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒത്തിരി വലിയ സൈന്യത്തിൽ 1000 പടയാളികൾ എത്ര അത്യന്താധുനിക ആയുധങ്ങളുണ്ടെങ്കിൽ പോലും പര്യാപ്തമല്ല. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ആഗ്രഹിച്ച പോലെ ഇറാൻ്റെ ജനാധിപത്യത്തിലേക്കുള്ള പരിവർത്തനം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അമേരിക്ക അവരുടെ പോളിസി നടപ്പിലാക്കും, ഇസ്രായേൽ അവരുടെ പോളിസി നടപ്പിലാക്കും. ഇസ്രായേലിനാണ് അറ്റോമിക് പ്രോജക്റ്റുകൾ നിർത്തിവെക്കുക എന്നുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിപണി അവർക്ക് തുറന്നു കൊടുക്കണം. അതായത് അവിടെ നല്ല ഓയിൽ റിസർവ്സ് ഉള്ളതാണ്. അതാണ് അമേരിക്കയുടെ താല്പര്യം. പിന്നെ അവിടെ പെന്തക്കോസ്റ്റ് ക്രിസ്ത്യാനിക്ക് നന്നായി പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കണം. ആ രാജ്യം അതിവേഗം പെന്തക്കോസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പം ഈ 2 പ്രോജക്റ്റിന് വേണ്ടി നടത്തിയ യുദ്ധമാണ്. അത് ജനാധിപത്യം കൊണ്ടുവരാമെന്നല്ല, ജനങ്ങളാണ് അതിനിടയിൽ കിടന്ന് സഹിക്കും. ഇതാണ് നല്ല സംഭവിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഈ ഗ്ലോബൽ എനർജി ക്രൈസിസ് ആണ്. ഇപ്പം നാച്ചുറൽ ഗ്യാസ് ഒന്നും വരാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ LPG ഒന്നും കിട്ടുന്നില്ലല്ലോ. ഹോട്ടലുകൾ പൂട്ടുന്നു. അതിൻ്റെ ചെറിയൊരു ഇമ്പാക്റ്റാണ്. ഇത് ഗ്ലോബലി ഉണ്ടാകാം യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ. അല്ലത് രൂക്ഷമാകുമെന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ലോക്സഭയിലും പറഞ്ഞത്. രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രശ്നം വെച്ചാൽ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ അതിൽ പുട്ടിൻ ഇടപെടേണ്ടി വരും. ചൈനക്കാരിടപെടുന്നില്ല, അവർ കൈകണ്ടി നോക്കിക്കഴിഞ്ഞു. പുട്ടിൻ ഇടപെട്ടാൽ ചിലപ്പോൾ അതിന് യുദ്ധത്തിന് ഗതിമാവും. ഈ യുദ്ധം ശരിക്കും അമേരിക്ക നിർത്തണേ അമേരിക്കൻ്റെ ഉള്ളിൽ കയറി അടിക്കണം. അതിനുള്ള ശേഷി ഇറാനില്ല. അവരുടെ മേല് നോവുന്നവരെ അവർ യുദ്ധം നടത്തിക്കൊണ്ട്. ഇവിടെ കുറച്ച് ബ്ലാക്സ് അയച്ചാൽ അവർക്ക് എന്താ? അവർക്ക് അവിടെ ആയുധങ്ങളുടെ പരീക്ഷണം നടത്താനുള്ള ആളുകളാണല്ലോ ബ്ലാക്സ്. അപ്പം അവരുടെ മെടയിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ, മാളത്തിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ അവർ യുദ്ധം നിർത്തും. ഇപ്പം അവർക്കൊരു പോറൽ കേൾക്കുന്നില്ല. ഇല്ല, അതല്ല അവർ സൈന്യത്തെ അയക്കാത്തത്. ഇപ്പം അവിടെ കരസൈന്യത്തെ അയച്ചു കഴിഞ്ഞാൽ, മിലിഷ്യനെ അയച്ചു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ആ സൈനികരുടെ ശവപ്പെട്ടി അവിടെ എത്തുമ്പോൾ അവിടെ വലിയ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് അവർ അയക്കാത്തത്. അപ്പം ഇവർക്ക് പരിക്കേൽക്കാതെ നടത്തുന്ന അത്യന്താധുനിക യുദ്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചൊരു യുദ്ധം നിർത്തേണ്ട ആവശ്യമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനർജി ക്രൈസിസ് ഇല്ല. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പെട്രോളിയം അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ റിന്യൂവബിൾ എനർജീൻ്റെ സോഴ്സസ് അവർ കണ്ടമാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഷെൽ ഗ്യാസ് ആൻഡ് ഷെൽ ഓയിൽ എന്ന് വന്നുകൊണ്ടുള്ള ഒരു പുതിയ ഇന്ധനം അവർ അവിടെ ഇഷ്ടംപോലെ അതിൻ്റെ റിസർവ്സ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സോ അമേരിക്ക ഈസ് കംഫർട്ടബിൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ പ്രോജക്റ്റ് അവസാനിപ്പിക്കുന്നുള്ളൂ. അതേതാണ് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൽ ലോകത്തിലെ ക്രൈസിസിലേക്ക് എത്തിച്ച് നല്ല ഈ യുദ്ധം കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല.
ആണ് എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പ്രശ്നം. ലോകത്തെ മൊത്തം ഓയിൽ ട്രാൻസ്പോർട്ട് 30% ഹോർമൂസ് വഴി കടന്നു പോകുമ്പോൾ അത് ഇവിടെ ഉണ്ടാക്കുന്ന ബ്ലോക്ക് അന്താരാഷ്ട്ര തലത്തിലാണ് അതിൻ്റെ സെൻസസിനെ ബാധിക്കും, പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ ബാധിക്കും, ടൂറിസത്തിനെയൊക്കെ വളരെ നെഗറ്റീവായി ബാധിക്കും. കാരണം ഈ പ്രശ്നബാധിത പ്രദേശത്തേക്കൊന്നും പോയ ആളുകൾ തയ്യാറാവില്ല. മാത്രമേ ഏറ്റവും തിരക്ക് പിടിച്ച എയർ റൂട്ടാണത്. അപ്പോൾ അതിൽ പോകുന്ന വിമാനങ്ങൾക്കെല്ലാം ഭീഷണിയുണ്ട്. ഇതൊരു അതുകൊണ്ട് തന്നെ ഇറാനിലെ യുദ്ധം നമ്മൾ വിചാരിച്ച ദിശയിലല്ല പോകുന്നത് എന്ന് മാത്രമല്ല, ഇത് എങ്ങനെ അവസാനിക്കുന്ന കാര്യത്തിൽ ഒരു പിടുത്തം കിട്ടുന്നില്ല. അല്ല, ഈ റഷ്യ ഇടപെടുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സാധ്യത കാണുന്നു? റഷ്യ ഇടപെടൊന്നും റഷ്യ ഇടപെടില്ല. കുറച്ചും കൂടി ശക്തമായ ആക്രമണം അമേരിക്ക നടത്തി കഴിഞ്ഞാൽ റഷ്യ ഇടപെടും. റഷ്യ ഇടപെടുന്ന ഇറാനിലുള്ള സ്നേഹം എന്നൊരു വരിയായിട്ട് അവിടെ ഒരു ശക്തമായ അമേരിക്കൻ ഔട്ട് പോസ്റ്റ് വരുന്നത് റഷ്യക്ക് ക്ഷീണമാണ്. അത് റഷ്യയുടെ കമ്പാരിറ്റീവ് അടുത്തുനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അത് റഷ്യയെ ബാധിക്കും. അതുപോലെ പഴയ സോവിയറ്റ് ഈ സാറ്റലൈറ്റ് സ്റ്റേറ്റുകൾ ഇവരുടെ നെയ്ബർഹുഡാണ്, അവിടെ അത് ബാധിക്കും. അതുകൊണ്ടാണ് റഷ്യ ഈസ് ഓൾറെഡി ഇൻ വാർ. ഉക്രൈനായിട്ട് റഷ്യ യുദ്ധത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ആ യുദ്ധം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തവർ യുറേഷ്യൻ മേഖല മൊത്തം യുദ്ധത്തിലാവും. യുറേഷ്യൻ മേഖല മൊത്തം യുദ്ധത്തിലാകുമ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ യുദ്ധത്തിൻ്റെ ഭാഗമാവും. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്കും അതിൽ മാറിക്കാൻ പറ്റില്ല. നമ്മൾ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്ന അവസ്ഥ വരും. ട്രംപിൻ്റെ അങ്ങനെയുള്ളൊരു പ്ലാനാണ്. ഈ ട്രംപ് ഇപ്പോൾ ഇന്ത്യയെ ട്രംപിൻ്റെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാനാണ് ട്രംപിനുള്ളത്. അതിൻ്റെ ട്രംപിനെ മോഡി വിളിച്ചു, മോഡി സ്വകാര്യം പറഞ്ഞു കൊടുത്തു എന്നൊക്കെ. ഇവിടുന്ന് ഇവന് ഈ വിവരം കിട്ടുന്നത് ഒരു യൂട്യൂബിനെ അടിക്കാൻ ഫോണ് നമ്മൾ 10,000 രൂപ കൊടുത്ത് മേടിച്ചതായതുകൊണ്ട് ഇറന്ന് പൊട്ടിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ട്രംപ് മോഡിനെ വിളിച്ചിട്ടല്ല കാര്യം ചെയ്യുന്നത്. ആ വാർത്ത എവിടെയെന്ന് അവർ ബന്ധപ്പെടുന്നൊക്കെ ഉണ്ടാവും. ഇന്റർനാഷണൽ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് പരസ്പരം ബന്ധപ്പെടും. അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അടുത്ത യുദ്ധം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരും അതിൽ ട്രംപിനെ അതിൽ മോഡിനെ വിളിക്കല്ലേ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഈ അത്യധി ഇറാനിനെ കണ്ട വലിയ ശത്രു ഒരു മോഡിയാണ്. കാരണം മോഡി ഇവിടെ അവരുടെ ഈ ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സമ്മതിക്കാതെ തന്നെ ഒരു കലിയുണ്ട്. ഈ കലിയെ പിന്നെ ഇടയ്ക്ക് താരിഫൊക്കെ കൂട്ടി അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് മോഡിനെ നാണം കെടുത്തുന്ന രീതിയിൽ ട്രംപ് മോഡിനെ വിളിച്ചു. പിന്നെ മോഡി ഉപദേശിച്ചു കൊടുത്തു ഏത് ഇന്ന സമയത്ത് യുദ്ധം ചെയ്യണോ. പിന്നെ മോഡിന്റെ ഉപദേശം വേണമല്ലോ. ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അയാൾ യുദ്ധത്തിൽ അഗ്രഗണ്യനാണ്. അവിടുത്തെ എൻ്റെ സൊസൈറ്റി അങ്ങനെയാണ്. അവർക്ക് മോഡിന്റെ ഉപദേശം. അങ്ങനെ മോഡിയുടെ ഉപദേശം കൊടുത്താൽ തന്നെ മോഡിയുടെ സംഘർഷത്തിനുള്ള ഉപദേശം കൊടുക്കില്ല. കാരണം ഇന്ത്യനെ വളരെ നെഗറ്റീവായി ബാധിക്കും. ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിക്കുന്നത് ഒന്ന് ഇന്ത്യനെയാണ്. ഓയിൽ, നമ്മൾ ഓയിലിൽ ഇൻഡിപെൻഡൻ്റ് അല്ല. ഇൻഡിപെൻഡൻ്റ് ആണ് പ്രശ്നമല്ല. വി ആർ നോട്ട് ഓൺലി ഇൻഡിപെൻഡൻറ്റ്. അമേരിക്ക ഇൻഡിപെൻഡൻ്റ് ആണ്. ഇസ്രായേലിന് സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത് മോഡീനെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ കൊടുക്കുന്നത്. മോഡീനെ പറ്റി പോസിറ്റീവായിട്ട് എന്ത് പറഞ്ഞാലും വിറ്റുപോകുന്നുള്ള ഫീൽ യൂട്യൂബിലുള്ളത് കൊണ്ട് ആളുകളെ പറ്റിക്കുക. അത് ഏറ്റവും കൂടുതൽ ഇൻഡയറക്റ്റ്ലി നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു എക്കോണമി നമ്മുടേതാണ്. ഇത്രയും വലിയൊരു പോപ്പുലേഷൻ, ഇത്രയും അതിൻ്റെ പാത്രം, വാഹനങ്ങളുടെ ഡെൻസിറ്റി എല്ലാം ഉള്ള ഒരു രാജ്യം. മോഡി അതിന് ചെയ്യുന്നത് വെച്ചാൽ മോഡി തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങളെയും അതുപോലെ തന്നെയുള്ള മറ്റ് സോഴ്സസ് ഓഫ് എനർജി അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം കാര്യമായി നടത്തുന്നത്. സോളാറൊക്കെ അത് ശരിയാണ്, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ ട്രംപിൽ ഉപദേശിക്കാൻ നടക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.